ലാലേട്ടൻ്റെ പുള്ളിക്ക് കിട്ടുന്ന പടം ഇങ്ങനെ ആയിപ്പോയി. ലാലേട്ടന് കിട്ടുന്ന പടം അങ്ങനെ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ട് നിൽക്കുന്നതിനേക്കാളും വെറൈറ്റി. ഗൂസ്ബം ഗ്യാരണ്ടി നല്ല മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല പോലെ ഹാർഡ് വർക്കെല്ലാം നല്ലതാണ്. മമ്മൂക്കിയുടെ അഭിനയം എല്ലാം നൈസായിരുന്നു, സൂപ്പർ പടം. നല്ല മൂവിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. വെറും 3 പേര് വെച്ചിട്ട് സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ആക്ടിങ് ഒരു രക്ഷയില്ല. പിന്നെ മമ്മൂട്ടിയുടെ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതാണല്ലോ. പിന്നെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു, പാട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടിയാണല്ലോ മൊത്തത്തിലുള്ള. പക്ഷേ അർജുൻ അശോകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭരതൻ്റെ പേര് മറന്നുപോയി. അടിപൊളിയായിരുന്നു. ഇഷ്ടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ട് നിൽക്കുന്നതിനേക്കാളും വെറൈറ്റി അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. കാരണം ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിരുന്നു. ആ ഒരു എഫക്റ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. ഗൂസ്ബം ഗ്യാരണ്ടി നല്ല മൂവിയായിരുന്നു. മമ്മൂട്ടി പിന്നെ അത് പുള്ളിയുടെ ലൈനപ്പ് തന്നെ ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് മൂവി. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. നല്ലൊരു വാച്ചിങ് ആണ് മൂവി, തിയേറ്ററിക്കൽ. നല്ല പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. എല്ലാവരും കൂടെ വന്ന് കാണേണ്ട പടം തന്നെ. 6 ക്യാരക്ടറേ ഉള്ളൂ, പക്ഷേ ഡയറക്ടർ അടിപൊളിയായിട്ടും അത് ഇതാ പറയല്ലോ. ഇപ്പം സ്റ്റോറിയൊക്കെ മമ്മൂട്ടി എടുക്കുന്നത് തന്നെ നല്ല രീതിയിലാണ്. അപ്പം ബ്രഹ്മയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. അങ്ങനെയൊന്നും പറയല്ല, അത് ഡയറക്ടറിൻ്റെ പരിപാടി. ഫ്രെയിമൊക്കെ അടിപൊളിയാണ്, നല്ല പടം. അടിപൊളി പടമാണ്, ഫുള്ള് വെറൈറ്റിയാണ്, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നല്ല മമ്മൂക്കയെ പറ്റി പറയാൻ വാക്കുകളില്ല. പുള്ളി ഇനി ഇമ്പ്രൂവ് ഇല്ല. പുള്ളി അങ്ങ് എന്താ പറയുക, എനിക്കൊന്നും പറയില്ല. സത്യമായിട്ട് അടിപൊളിയാണ്. അല്ല, സെലക്ഷൻ്റെ പ്രശ്നമല്ല. ലാലേട്ടൻ്റെ അതെന്താ പറയുക, പുള്ളിക്ക് കിട്ടുന്ന പടം ഇങ്ങനെ ആയിപ്പോയി. ലാലേട്ടന് കിട്ടുന്ന പടം അങ്ങനെ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യില്ല. അങ്ങനെ സെലക്ഷൻ്റെ പ്രശ്നമല്ല. പുള്ളിക്ക് വരുന്നു, പുള്ളി സെലക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് സെലക്ട് ചെയ്യാനെന്നുള്ളൊരു അത് പറയാൻ ആയിട്ടില്ല കംപ്ലീറ്റ്ലി. ഓഫ് കോഴ്സ് കൊള്ളാം, ഒരു വൺ ടൈം വാച്ചബിളാണ്. വേറെ ഒരു ഡിഫറെൻറ്റ് ജോണർ പടമാണ്. സോ കൊള്ളാം. ഇതിപ്പോൾ അത്ര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാം. അഴിഞ്ഞാട്ടം തന്നെയാണ്. ഓഫ് കോഴ്സ്ലി വേറൊരു ലൈക്ക് ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയുടെ ഒരു ജോണർ പടമാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് പടത്തിലുള്ളത്. ലൈക്ക് ഇതേപോലെ ഒട്ടും ആർക്കും അങ്ങനെ എന്തു പറയാൻ ബോറടിക്കൂല. അത്ര എൻഗേജിങ് ആണ് പടം.